आज बातचीत करने पाए। हालेलुया। Over to brother Simjan. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह का नाम आज रात में जो है महिमा मिलने पाए. വീണ്ടും നമ്മളോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവന്റെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. After a small break, एक छोटा एक ब्रेक के साथ बाद जो है हम लोग फिर से परमेश्वर के वचन को लेकर आने के लिए परमेश्वर ने एक और मौका मेरा जीवन में जो है प्रदान किया. इसके लिए मैंने प्रभु को धन्यवाद देता हूँ. പാസ്റ്റർ ജീൻ പറഞ്ഞതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. जैसे मैंने जो है कहा था, इब्रानियों का पत्र 11 अध्याय से जो है हम लोग पिछले कई दिन से जो है हम लोग सुन के आ रहा था. ഒന്നാമത്തെ സെഷനിൽ നമ്മൾ കാണുവാനിടയായിത്തീരുന്നു ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ എബ്രായ ലേഖന കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ എന്താണ്? What are the characteristics of their life? We have seen that in the first session. और पिछले दिन से जो है हम लोग ये सीख के आ रहा था कि गवाहों का बड़ा जो है एक झुंड या एक बड़ा समूह हमारा बीच में जो है होने का जो है अलग अलग विशेषता, अलग अलग सविशेषता को हम लोग देख के आ रहा था. അവിടെ നമ്മൾ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കാണുവാനിടയായിത്തീർന്നു. അന്ന് അവരുടെ പേരുകൾ എബ്രായ ലേഖനത്തിൽ വന്നുവെങ്കിൽ ഇന്ന് എബ്രായ ലേഖനം എഴുതപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേര് ആ വാൾ ഓഫ് ഫെയിമിൽ വരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. और उस वक्त में हम लोग ये देखा था कि कुछ जो है विश्वास का वीर लोगों का जो है नाम उस बाइबल में या परमेश्वर का वचन में जो है आ चुका था. अगर आज जो है परमेश्वर का वचन जो है लिखेगा तो हम लोग ये सोचना चाहिए कि आज जो है हमारा नाम उसमें आएगा कि नहीं आएगा, वो सोचने की बात है. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാരണം അത് ജനറേഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ പ്രചോദിതമായി തീരുന്നു. നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നെങ്കിൽ are we doing the same thing for our next generation എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. तो हम ये भी सोचना चाहिए उसके बीच में कि हम लोग जो है उन लोग जो किया हुआ काम जो है हमारा पीढ़ी के लिए या काफी पीढ़ियों को जो है प्रभावित हुआ, तो हम लोग जो करने वाला विश्वास का अलग अलग कदम क्या हमारा पीढ़ी को या आने वाला पीढ़ी को प्रभावित हो पाएगा कि नहीं हो पाएगा, ये सोचने वाली बात है. 2 ജനറേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ജനറേഷൻ കഴിഞ്ഞ് അന്നത്തെ തലമുറ നമ്മുടെ ജനറേഷനെ നോക്കി പറയണം, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറും നിങ്ങളുടെ ഗ്രാൻഡ് മദറും വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു എക്സാംപ്ലറി ലൈഫ് കാഴ്ചവെച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായി. और हम लोग जो है इस दुनिया से तब जाना है जब हम लोग जो है हमारा पीढ़ी के सामने एक जो है उत्साहपूर्ण एक परमेश्वर की सामर्थ्य से भरा हुआ एक जिंदगी को जीने के बाद जो है वे लोग हमारे बारे में बोलना चाहिए. हम लोग आज इस अवस्था में पहुंचने का कारण हमारा जो है दादा दादी या पिताजी या माताजी जो है प्रभु के लिए फलना काम करने के कारण है. ये गवाही के बाद ही हम लोग इस दुनिया से चले जाना चाहिए. Praise the Lord. അല്ലാതെ ഒരു റോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയി നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീരുന്നത്. ഓൺലി തിങ് വാട്ട് വി ക്യാൻ ലീവ് ഇൻ ദിസ് വേൾഡ് ഈസ് ഓൺലി അവർ ടെസ്റ്റിമണി. നത്തിങ് എൽസ് വി ക്യാൻ ടേക്ക്. സാക്ഷ്യം മാത്രമാണ് നമുക്ക് ഈ ലോകത്തിൽ വിട്ടു പോകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷികളുടെ ഒരു സമൂഹം എന്നവരെ വിളിച്ചിട്ടുള്ളത്. അവരുടെ സമ്പത്തോ അവരുണ്ടാക്കിയ പേരോ മഹിമയോ ഒന്നും അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് സാധിക്കുന്നത് the testimony. Praise the Lord. the സാക്ഷ്യം हम लोग को ले जा सकता है जो केवल हमारा गवाही है. हम लोग जो बनाया हुआ धन या और कुछ संपत्ति हमें इस दुनिया से नहीं ले पाएंगे, लेकिन हम लोग को इस दुनिया में छोड़कर जो जा सकता है सबसे ज्यादा यही है कि हमारा गवाही जो हम परमेश्वर के लिए जो किया है वही छोड़कर हम लोग को जा सकता है. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്റെ അമ്മ യുനീക്കയിലും വലിയമ്മ ലോവീസിലും ഉണ്ടായിരുന്നു. അല്ലാതെ നിന്റെ ഈ കാറ് അല്ലെങ്കിൽ നിന്റെ ഈ സമ്പത്ത് നിന്റെ ഈ വീട് അമ്മ യുനീക്കിലും വലിയമ്മ ലോവീസിൽ നിന്ന് വന്നതാണ് എന്നല്ല പൗലോസ് പറഞ്ഞത്. വിശ്വാസമാണ് കൈമാറി വന്നത്. അതുകൊണ്ടാണ് തിമോത്തി നീ ആയിരിക്കുന്ന രീതിയിൽ ഇന്നായിരിക്കുന്നത്. ബിക്കോസ് യു ആർ തിമോത്തി നൗ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫെയ്ത്ത് ഓഫ് യുവർ മദർ ആൻഡ് ദ ഗ്രാൻഡ് മദർ.
और तिमोथी से जो है पौलुस बोलने का कारण यही है कि तिमोथी से Hallelujah. बोल रहा है कि तिमोथी तुम्हारा विश्वास जो है तुम्हारा माँ लोइस और तुम्हारा नानी जो है यूनिकिया से तुम्हें मिला हुआ है, कि तिमोथी को ये नहीं बता रहा है तुम्हारे पास जो मिला हुआ संपत्ति है ये तुम्हारे दादी से या नानी से मिला हुआ है करके नहीं बता रहा है, मगर पौलुस बता रहा है तुम्हारे पास जो विश्वास जो प्रभु ने दिया है वो विश्वास तुम्हारा माँ से और तुम्हारा माँ को नानी से मिला हुआ है, वहां से जो है हाथ से जो है देते हुए आया हुआ एक विश्वास तुम आज तुम प्राप्त किया है। Praise the Lord. പിന്നീട് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ കാണുവാനിടയായി തീർന്നു ഹാബേലിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. കയീന്റെ വഴിയും ഹാബേലിന്റെ വഴിയും തമ്മിലുള്ളതായ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ വ്യത്യാസം എന്ന് നമ്മൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. और दूसरा भाग में हम लोग यही देखा कि कायीन और हाबिल के जिंदगी के बारे में, दोनों का जिंदगी का फर्क क्या है, दोनों का बलि में क्या फर्क हुआ उसके बारे में भी हम लोग सीखा। കയീന്റെ വഴിക്കാണ് പ്രശ്നം, കയീന്റെ ലൈഫ് സ്റ്റൈലിനാണ് പ്രത്യേകത ഉണ്ടായിരുന്നത്. ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരു ക്യാരക്ടറിന് അടിമയായി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉള്ളവനായി ജീവിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ കയീനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ചില്ല. ആൻഡ് ഹിസ് ലൈഫ് സ്റ്റൈൽ വാസ് ടോട്ടലി ഡിഫറെന്റ്, ഇറ്റ് വാസ് സിൻഫുൾ. और यहाँ पे जो है विषय यही था कि कयीन का जीवन शैली में जो है गड़बड़ी था, क्योंकि हाबिल जो है अपना जीवन शैली में प्रभु का जो है स्वभाव या चरित्र को लेकर जब चलने के वक्त में जो कयीन का जो है जीवन शैली परमेश्वर को प्रसन्न योग्य की जीवन शैली नहीं था, इसलिए कयीन का जिंदगी में प्रभु नहीं प्रसन्न किया। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹബേലിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. तो इसलिए इन दिनों में हम लोग जैसे पिछले बार सुना था कि वैसे हाबिल जैसा प्रभु को प्रसन्न करने वाला व्यक्ति हम बनने पाए, यही मेरा दुआ है, प्रभु उसके लिए हमें सहायता करे। പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങളും, ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 5 and 6 and Genesis chapter 5 verse 18 to 23. आज का जो है आज हम लोग दूसरा एक व्यक्ति को हम लोग देखेंगे। उसके लिए इब्रानी का पत्री 11 अध्याय और उसका 5 और 6 पद को हम लोग पढ़ेंगे, और उत्पत्ति का किताब 5 अध्याय उसका 18 से 20 तक भी हम लोग पढ़ेंगे। पहला हम लोग पढ़ेंगे इब्रानी के पत्री 11 अध्याय 5 और 6 पद, मैंने जो है आपके लिए पढ़ेंगे। विश्वासी से हानोक उठा लिया गया कि मृत्यु को न देखे, और उसका पता नहीं मिला क्योंकि परमेश्वर ने उसे उठा लिया, और उसके उठाए जाने से पहले उसका यह गवाही दी गई थी कि उसने परमेश्वर को प्रसन्न किया है, और विश्वास बिना उसे प्रसन्न करना अनहोना है, क्योंकि परमेश्वर के पास आने वालों को विश्वास करना चाहिए कि वो है, और अपने खोजने वालों को प्रतिफल देते हैं। അവിടെ ഒരു വാക്യം, ഒരു ചിന്ത, ഒരു just one, I just want to highlight one statement there. Before he was taken, verse number 5, the last part, before he was taken, he was commended as one who pleased God. താൻ എടുക്കപ്പെടുന്നതിന് മുൻപ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള ഒരു പേര് താൻ സമ്പാദിക്കുവാനിടയായി. और यहाँ पे जो है आगे बढ़ने से पहले यहाँ से जो है एक प्रकाशन को मैंने बोलकर आगे बढ़ना चाहता हूँ। वहां पे लिखा हुआ है कि हानोक जो है उठा लिया जाने के पहले उनको ये उनको ये जो है गवाही मिला था कि उन्होंने परमेश्वर को प्रसन्न किया। Praise the Lord. Hallelujah. ആ ഒരു അപ്രൂവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ആ ഹനോക്കിന്റെ ജീവിതത്തിന്റെ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ്. Now we are going to look at the historical context in Genesis 5:18 to 23. और ये जो है आत्मिक जो है पृष्ठभूमि यही है। इस आत्मिक पृष्ठभूमि से हम लोग जो है हानोक का जिंदगी को देखना चाहिए, और अभी हम लोग देखने जा रहा हूं जो हानोक का ऐतिहासिक पृष्ठभूमि को, उसके इतिहास के बारे में हम लोग अभी देखने जा रहा हूं, जो उत्पत्ति की किताब 5 अध्याय उसका 18 से लेकर हम लोग जो है पढ़ते हैं 5 verses 18 onwards, right? 18 to 23, yeah. वहां पे लिखा हुआ है इस प्रकार कि जब येरेद 162 वर्ष का हुआ तब उसने हानोक का जन्म हुआ। हानोक के जन्म के पश्चात येरेद 800 वर्ष जीवित रहा, और उसके और भी बेटा बेटियां उत्पन्न हुई। इस प्रकार येरेद की कुल आयु 962 वर्ष की हुई।
तत्पश्चात वो मर गया। वो हानोक 65 वर्ष का हुआ, तब उससे मधुशले का जन्म हुआ। मधुशले के जन्म के पश्चात हानोक 300 वर्ष तक परमेश्वर के साथ साथ चलता रहा और उसके और भी बेटा बेटियां उत्पन्न हुई। इस प्रकार हानोक की कुल आयु 365 वर्ष की हुई। हानोक परमेश्वर के साथ साथ चलता था, फिर वो लोप हो गया क्योंकि परमेश्वर ने उसे उठा लिया। Praise the Lord. ഈ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നതായ ഒരു ചരിത്ര വിവരണമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നിടയായത്. और उत्पत्ति के किताब में अभी हम लोग जो पढ़ के सुना है कि हानोक का इतिहास के बारे में हम लोग पढ़ के सुने हैं। വളരെ സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എ സെറ്റ് പാറ്റേൺ ഡിഫൈൻഡ് ബൈ ദ സൊസൈറ്റി. എന്താണ്? ജനിക്കുക, അനേക കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുന്നു, ദീർഘായുസോടുകൂടി ജീവിക്കുന്നു, മരിക്കുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നതായ ഒരു സമൂഹത്തിലാണ് ഹനോക്ക് ജനിക്കുവാനിടയായിത്തീർന്നത്. और यहाँ का जो है कि विशेषता हम लोग को यहाँ पे पाया जा सकता है कि एक तरीका हम लोग को यहाँ पे देख सकता हूं। आप लोग पीछे से पढ़िएगा तो पता चलेगा कि एक व्यक्ति जन्म ले रहा है, कई साल के बाद उन्होंने अपना जिंदगी में आगे बढ़ते हुए और भी बच्चे को वो जन्म देते हैं और इसके बाद वो मर जाते हैं। तो एक संप्रदाय या इस प्रकार का एक समूह के बारे में, एक समाज के बारे में हम लोग वहां पे पढ़ते हैं। उन लोगों की जिंदगी में सिर्फ यही वो लोग करते आ रहा है कि वो लोग जन्म दे रहा है और लोगों को जन्म देते हुए वो लोग इस दुनिया छोड़ के जा रहा है। इसके अलावा और कुछ जो है हम लोग उन लोग के बारे में नहीं पढ़ते हैं। എല്ലാം ഒരു ഫോളോഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലൂടെ ജീവിച്ചു മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ നമ്മളോട് കാണുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം അന്ന് സൊസൈറ്റിയിൽ നിർവചിക്കപ്പെട്ട ഒരു മാർഗത്തിലൂടെ ഒരു പേരുണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് മരിക്കണം. ഇതിൽ കവിഞ്ഞ ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് ഹനോക്ക് ജനിക്കുന്നത്. और हानोक जो है इस प्रकार का एक समाज में जन्म लिया कि जो समाज सिर्फ यही चाहते हैं कि उस समाज में जन्म लेने के बाद किसी भी प्रकार एक नाम कमाना, किसी भी प्रकार मेरा नाम को ऊंचा करना, किसी भी प्रकार बच्चे को पैदा करके या संपत्ति को इकट्ठा करके नाम को ऊंचा करके इस दुनिया को छोड़ना, सिर्फ वही सोचने वाला एक समाज में ये हानोक भी जन्म लिया। എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു എഞ്ചിനീയറിംഗിന്റെയും അല്ലെങ്കിൽ മെഡിക്കൽ ഇതിന്റെ എല്ലാം ബൂം വന്ന സമയത്ത്. അവിടെയെല്ലാം ആ സമയത്തെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രവണത, ഏത് മാതാപിതാക്കന്മാരോട് ചോദിച്ചാലും അവർക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, ഞങ്ങളുടെ മക്കൾ ഐദർ എഞ്ചിനീയറോ ഡോക്ടറോ ആയി ഒരു പേരുണ്ടാക്കി ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അതായിരുന്നു ആ സമയത്തെ സൊസൈറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. അതിനനുസരിച്ച് മാറി ചിന്തിക്കുവാൻ ആർക്കും സാധിക്കാത്ത ഒരു തലമുറയിലാണ് നമ്മൾ അന്ന് വളർന്നു വരുവാനിടയായത്. और मैंने जो है उस पीढ़ी में जो है मेरा जवानी जो है बीता है, जिस पीढ़ी में एक इंजीनियरिंग या मेडिसिन में जाने के एक बूम जो है होते रहता था। वहां पे कोई भी माँ बाप से पूछेंगे कि बच्चे के बारे में आप क्या सोचते हैं, तो वे लोग ये बोलेंगे कि मेरे बाबू को जो है इंजीनियरिंग या मेडिसिन को जो है एडमिशन लेना है। और उस प्रकार वे लोग जो है अपना बेटा या बेटी को इंजीनियर या डॉक्टर को देखकर वो लोग इस दुनिया में जो है कि नाम कमाते हुए देखकर जो है वे लोग इस दुनिया को छोड़ने के लिए चाहता था। उस प्रकार का एक समाज में मेरा जो है बढ़ोतरी हुआ। വേറെ ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്തൊരവസ്ഥ. സമൂഹം നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? ബന്ധിച്ചിരിക്കുകയാണ്, അല്ലെ? ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ എഞ്ചിനീയറോ ഡോക്ടറോ ആയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാര്യം ആലോചിച്ച് നോക്കി. റൈറ്റ്? നമുക്കറിയാം, ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്, എഞ്ചിനീയറോ ഡോക്ടറോ ആകാൻ പറ്റാതെ മറ്റൊന്നിലും തങ്ങളുടെ ഐഡന്റിറ്റി സ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു നിർബന്ധിതമായ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമ്മൾ ചിന്തിക്കാം. और बहुत जो है छात्र लोगों के बारे में मुझे मालूम है, वे लोग बांधा हुआ था, समाज का जो है दबाव से बांधा हुआ था। चाहे इंजीनियर बने या डॉक्टर बने, ये दोनों नहीं हो पाते हैं तो निराशा उन लोगों को ग्रसित हो जाते हैं। और बहुत लोग जो है निराशाजनक एक अवस्था में जो है गुजरा है, क्योंकि समाज का जो है उस समय का जीवन शैली या समाज जो है इतना दबाव दे रहा था कि आप जो है इंजीनियर या डॉक्टर नहीं बनेगा तो आपका जिंदगी खराब हो जाएंगे, आप कुछ नहीं बनेंगे। इस प्रकार का एक समाज जो है उस समय का एक समाज था मेरे जो है जवानी के समय में।
എന്നാൽ നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ആ സെറ്റ് പാറ്റേണിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? लेकिन हम लोग जो है अगर इतिहास को हम लोग सीखेंगे तो हमें पता चलेगा कि जो लोग जो है दुनिया में जो है महात्मा जो है बन गया है या महान कार्य जो है किया है, वे लोग उस समय का समाज का सोच विचार से अलग सोचने वाला लोग थे. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തിയുടെ മനോഭാവം അന്ന് നിലനിൽക്കുന്ന സ്കൂൾ സമ്പ്രദായവും കോളേജ് സമ്പ്രദായ പ്രകാരം ഒരു ടീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലുമായി ഒരു ജോലി മാത്രം നേടി അവസാനിപ്പിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ആദ്യത്തെ വ്യക്തി ഈ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന സെറ്റ് പാറ്റേണിൽ അല്ലാതെയും എനിക്കൊരു പേരുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആ വ്യക്തി എന്ത് ചെയ്യാൻ പോയി? എവറസ്റ്റ് കീഴടക്കി. और जो व्यक्ति जो है एवरेस्ट को जो है सबसे पहले एवरेस्ट का ऊंचाई पर जो है पहुंच गया, या जो पहाड़ के ऊपर में जो पहुंच गया, हिमालय के ऊपर में जो पहुंच गया, वो व्यक्ति मान के चलिए वो समाज के जो है हिसाब से सोचेंगे कि मुझे जो है एक अच्छा टीचर बनना है, या मुझे जो है इस दुनिया में कुछ पैसा कमा के एक जो है जीवन शैली बिताना है, इतना अगर वो सोचेगा तो उनको जो है अभी जो नाम जो मिला है वो नाम कभी नहीं मिलता, क्योंकि वो जो है समाज का उस समय का जो है जीवन शैली से अलग सोचा और उनको पता चला कि समाज जैसे नाम कमाने के लिए प्रयास करते हैं, उसके अलावा भी जो है नाम मिलने का तरीका है, और इसलिए उन्होंने फैसला किया कि मैंने एवरेस्ट के ऊपर में या एवरेस्ट जो पहाड़ के ऊपर में मैं चढ़ने जा रहा हूं और उसी प्रकार मुझे भी एक नाम मिलेगा. इसलिए सोचने के कारण जो सबसे पहला व्यक्ति जो एवरेस्ट के ऊपर में जो पहुंच गया उनको एक सुनाम जो है मिल गया है. അതുപോലെ അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അല്ലേ? ആപ്പിൾ തലയിലോട്ട് വീണപ്പോൾ ഐസക് ന്യൂട്ടൺ ചിന്തിച്ചത് സെറ്റ് പാറ്റേണിലല്ല, റൈറ്റ്? എവിടെയെല്ലാം ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് അല്ലെങ്കിൽ മാറുന്ന അന്ന് നിലനിന്ന സെറ്റ് പാറ്റേണിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് ലോകപ്രകാരം. इस दुनिया में जो है इतिहास बनाए हुए लोग जो है उस समय का, उस समाज का उस समय का दबाव से विरुद्ध चलने वाला लोग थे. मान के चलिए न्यूटन के बारे में आप देख लीजिए कि उसके जो है सिर में जो है एप्पल जब गिर गया, उन्होंने उस समय का सामाजिक लोग जो है सोचने के विरुद्ध में जब सोचा कि क्यों जो है एप्पल नीचे गिर गया, इसलिए उन्होंने जो है इतिहास का एक महात्मा जो है बन गया. तो कोई भी व्यक्ति जो है महात्मा बनना है तो समाज जो सोचते हैं उसके विरुद्ध में या उसके अलग में सोचने वाला एक व्यक्ति होना चाहिए. ലോകപ്രകാരം ഇത് സത്യമാണെങ്കിൽ ഇവിടെ അനോക്കും പ്രൂവ് ചെയ്യുന്നത് തന്നെയാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ ചിന്ത. ഹി ചലഞ്ചഡ് ദ സ്റ്റാറ്റസ് കോ. പ്രൈസ് ദി ലോർഡ്. അവൻ അന്ന് നിലനിന്നിരുന്ന ആത്മീയ വ്യവസ്ഥിതിയെ എന്ത് ചെയ്യുന്നു? അവൻ വെല്ലുവിളിക്കുവാനിടയായിത്തീരുന്നു. और अगर दुनिया का जो है तरीका ऐसा है कि दुनिया में जो है नाम कमाने के लिए इस प्रकार का कार्य करना है, तो हानोक जिंदगी को देखिए. हानोक जो है उस समय जो है चलने वाला एक जीवन शैली था, उस समय समाज जो है पीछा करने वाला एक जीवन शैली था. उस जीवन शैली को चुनौती कर दिया, ये चुनाव उसके विरुद्ध में चलने के लिए उन्होंने फैसला किया. इसलिए जो है हानोक का नाम जो है आज हम लोग यहाँ पे पढ़े हैं. It all started with a restlessness. Oh, praise the Lord. അനോക്ക് ചിന്തിക്കുവാൻ തുടങ്ങി. ഈ സൺഡേ സ്കൂൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ചർച്ചിൽ പോയി, പിന്നീട് സൂം മീറ്റിംഗിൽ പങ്കെടുത്തു, തിരിച്ചു വന്നു, 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഫാമിലി പ്രയറിൽ പങ്കെടുത്തു, പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടു. ഇങ്ങനെയുള്ളതായ ഒരു സെറ്റ് പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീകതയ്ക്ക് ഒരു അളവ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ അനോക്ക് നിർബന്ധിതനായപ്പോഴാണ് അവന് ചിന്തിപ്പാൻ തുടങ്ങിയത്, there is something more than this. Hallelujah. और हानोक का जिंदगी का आत्मिक जीवन का आरंभ जो है एक असंतुष्टि से शुरू हुआ है. कि मान के चलिए हानोक जो है चर्च में जाते हैं, संडे स्कूल पढ़ते हैं, और जो है पादरी साहब का जो है प्रचार को सुनते हैं, जूम मीटिंग जो है अटेंड करते हैं, घर में आके जो है फिर से प्रार्थना करते हैं. इस प्रकार का एक सेट पैटर्न या बना हुआ एक तरीका में उसका आत्मिक जीवन चलते जाएगा. तो हानोक को जो है अभी जो है हम लोग पढ़ा हुआ एक आत्मिक अवस्था में नहीं पहुंच सकता था.
हानुक ने जो है सोचने लगा, इसके अलावा जो है, इसके ऊपर में जाने वाला एक आत्मिक जीवन है, इससे और जो है आगे जाने वाला एक आत्मिक जीवन है, उसी के बारे में हानुक सोचने लगा, चाहने लगा। Praise the Lord. Hallelujah. ആ ഒരു ചിന്താഗതി, ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു അസ്വസ്ഥതയാണ് ഹനോക്കിന്റെ ജീവിതത്തിൽ 65-ാമത്തെ വയസ്സിൽ ഹനോക്ക് തീരുമാനിച്ചു, കർത്താവേ, ഈ ജീവിച്ചു മരിച്ചു എന്നുള്ള സെറ്റ് പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായി എനിക്കൊരു അനുഭവം വേണമെന്നുള്ള ആ ജിജ്ഞാസയോടുകൂടിയ പ്രാർത്ഥനയുടെ ആരംഭത്തിലാണ് ഹനോക്കിന്റെ ജീവിതം ട്രാൻസ്ഫോംഡ് ആകുവാൻ ഇടയായിത്തീരുന്നത്. और हानोक का जिंदगी में परिवर्तन जो है उसी समय हुआ है कि हानोक ने सोचने लगा कि अभी जो है मैंने आत्मिक अवस्था में जो है चल रहा है, वो मेरे लिए काफी नहीं है, मुझे जो है और आत्मिक जो है अवस्था के बारे में चाहना चाहिए, भूखे रहना चाहिए। और उस प्रकार का एक चाहत से जो है हानोक का जिंदगी में सही परिवर्तन आने लगा। ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ള ചോദ്യം, പ്രാരംഭത്തിൽ നമുക്കൊരു അസ്വസ്ഥതയുണ്ടോ? ആർ വി സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറന്റ് സിസ്റ്റം? നമ്മളായിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ള ഒരു ഉന്നതമായ ആത്മീക അനുഭവത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. और मैंने जो है आज आपसे पूछना चाहते हैं, आपका मन संतुष्ट है क्या आत्मिक जीवन में? अभी जो है आप जो है चलने वाला आत्मिक जिंदगी में आप संतुष्ट है क्या? अगर ऐसे एक संतुष्टि में आप चलेंगे तो आपको जो है और ऊंचा आत्मिकता में और ऊंचा अवस्था में आप नहीं पहुंच पाएंगे। आपको पहुंचना है तो आपके अभी जो है चलने वाला आत्मिक शैली से आप विरुद्ध सोचना है और जो है आत्मिक अवस्था के लिए चाहत आपके हृदय में आना है। അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്തു പോകും, നമ്മൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആരതും അതുപോലെ ഹനോക്കിന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ, ഹനോക്കിന് ശേഷമുള്ളവർ ചെയ്തതുപോലെ എന്തു സംഭവിക്കും? അവർ ജനിച്ചു മരിച്ചു. और अगर जो है हम लोग भी इस प्रकार सोचेंगे तो हानोक का जिंदगी का जैसा हमारा भी जिंदगी हो जाएगा, क्योंकि वहां पे बाकी लोगों के बारे में लिखा है, वे लोग जन्म लिया, दूसरों को जन्म दिया, मर गया। इस प्रकार का हानोक का जिंदगी के बारे में भी लिखना पड़ेगा। Praise the Lord. എന്നാൽ ഹനോക്ക് അതിനെ ആയിട്ട് തീരുമാനിച്ചു. സ്റ്റാറ്റസ് കോ, ഈ ചലഞ്ച്ഡ് ദ സ്റ്റാറ്റസ് കോ. അതുകൊണ്ടാണ് അവിടെ വളരെ വ്യക്തമായിട്ട് 22ാം വാക്യത്തിൽ 22ാമത്തെ വാക്യത്തിൽ 21ാമത്തെ വാക്യത്തിൽ when Enoch had lived 65 years എന്ന് പറഞ്ഞാൽ അന്ന് നിലനിന്ന സാമൂഹിക വ്യവസ്ഥ പ്രകാരം 65 വയസ്സ് ജീവിച്ച ശേഷം he became the father of Methuselah. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, there is a very important word which you should not miss, after. There is a distinctive ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ അവിടെ കാണുകയാണ്. After he became the father of Methuselah, Enoch walked faithfully with God. और वहां पे जो है हानोक का जिंदगी के बारे में वहां पे लिखा हुआ है, हानोक के जन्म के पश्चात जो है वहां पे अलग अलग बेटा बेटी जो है उनका भाई बहन जो है उत्पन्न हो रहा है। और वहां पे 21 में जो है लिखा हुआ है कि जब हानोक 65 वर्ष का हुआ तब उससे मधुशेलह का जन्म हुआ। मधुशेलह के जन्म के पश्चात हानोक 300 वर्ष तक परमेश्वर के साथ साथ चलता रहा, क्योंकि हानोक जो है उस समय का जो है सोच विचार का जो है सोच विचारों को चुनौती देने वाला एक व्यक्ति था। उस प्रकार का जीवन शैली को अपनाने के लिए नहीं चाहने वाला एक व्यक्ति था। ഇതാണ് എൻ്റെ ഇമാജിനേഷൻ. I don't know what happened that time. മെഥൂശലഹിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതെന്റെ ഇമാജിനേഷൻ ആണ്. ഒരു ദിവസം താൻ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ താൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ചരിത്രം മാറ്റിക്കുറിക്കണം. Can I walk with you? Hallelujah. Amen. तो मुझे मेरा जो है कल्पना यही है कि एक दिन जो है हानोक हो सकता है प्रार्थना में बैठा, ये मेरा कल्पना है, तो हानोक जो है प्रभु से जो है पूछा कि प्रभु, मान के चलिए इससे जो है बढ़कर एक आत्मिक अवस्था है जिसके द्वारा मुझे जो है इतिहास को बदल सकता है, तो वो आत्मिक अवस्था क्या है मुझे वो समझाइए, वो मुझे दे दीजिए। कि उसके लिए एक चाहत के साथ हानोक प्रार्थना करना आरंभ किया।
Praise the Lord. ആ പ്രാർത്ഥനയാണ്, ആ ആഗ്രഹമാണ് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീരുന്നത്. To the starting point, ആദ്യത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതാണ്. ഈ ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അടങ്ങാനാവാത്തൊരു അസ്വസ്ഥത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു വഴിയാത്ര അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. और जो है सबसे पहला बात जो है हानू के बारे में यही समझना चाहिए कि हानूक जो है यथार्थ स्थिति जो था उसका जो है चुनौती देने लगा या उसके विरोध में चलने लगा. अगर इस प्रकार आपकी आत्मिक जीवन में भी अभी जो है आप जो है साधारण आत्मिक जीवन जीने का जो है शैली के जो है अलावा एक और आत्मिक जीवन के लिए भूखे हैं, एक और आत्मिक जीवन के लिए आप प्यासे हैं, तभी जो है परमेश्वर का जो है नया आत्मिक ऊंचाईपन में आपको जो है पहुंच पाएंगे. हालेलुया. Praise the Lord. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. താൻ ഇതിനു മുൻപ് ജീവിച്ച ഒരു ഹനോക്കുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തന്റെ പേരിലുള്ള, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തന്റെ ഒരു കസിൻ, ഓക്കെ, ആ അനോക്കിനെ കുറിച്ച് താൻ ഒന്ന് പഠിച്ചു. എന്റെ പേരുള്ള ഒരു അനോക്ക്. ആ അനോക്കിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ആ അനോക്കിന്റെ പേരിൽ ഒരു പട്ടണം ഉണ്ടായിരുന്നു. പട്ടണം, ഒരു സിറ്റിയുള്ള ഒരു അനോക്ക് 4-ാം അധ്യായത്തിലുണ്ട്. തന്റെ പൂർവ്വപിതാവായ ഒരു അനോക്ക്, ആദാമിന്റെ വംശാവലിയിൽ നിന്നും കയീന്റെ വംശാവലിയിൽ നിന്നും വന്ന ഒരു അനോക്ക്. और जो है हानोक जो है अपना जीवन के बारे में सोचने से पहले अपना जो है दूसरा एक जो उनका जो है एक कसिन है जो कईन जो है, उनका जो है आदम का जो है पहलौटा जो बेटे का जो है और एक बेटा जो उत्पन्न हुआ उसका भी एक नाम जो है हानोक था. उस हानोक के बारे में ये हानोक जो है पढ़ना आरंभ किया या सीखना आरंभ किया और उसको पता चला कि वो जो हानोक उनका जो है जो पहले जो जन्म लिया हुआ जो हानोक, उसके नाम में एक शहर भी जो है बनाया हुआ था. एक शहर जो है उसके नाम में बनाया हुआ था. और इस प्रकार पुराना जो है हानोक के बारे में हम लोग उत्पत्ति की किताब 4 अध्याय में भी पढ़ते हैं. നമ്മളിത് കണ്ടതാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിത് കാണുവാനിടയായിരുന്നു. അപ്പോൾ ആ അനോക്ക് ഉള്ള ഒരു പട്ടണം പണിത് തന്റെ പേര് സ്ഥാപിക്കുവാൻ പോയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനിച്ച 7-ാം തലമുറയിലുള്ള ഹനോക്ക് ദൈവത്തോടുകൂടെ നടന്ന് പേര് സമ്പാദിക്കുവാൻ തീരുമാനിച്ചു. आमेन. तो उस समय 4 अध्याय में जो हानूक के बारे में जो लिखा है, वो हानूक इस दुनिया का एक शहर बनकर नाम कमाने के बारे में जब सोचने के वक्त में जो 7वां पीढ़ी का जो हानूक जो 5वां अध्याय में जो लिखते हैं, वो हानूक जो है प्रभु के साथ चलते हुए एक नाम कमाने के लिए फैसला किया. Praise the Lord. നമ്മെ കുറിച്ച് ലോകം എന്ത് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു? Praise the Lord. നമ്മെ കുറിച്ച് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സമ്പത്തും നമ്മൾ ഈ ലോകത്തിൽ ആർജിച്ചതായ ഫെയിമും ഇതൊക്കെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ അടുത്ത തലമുറ നമ്മെ അറിയേണ്ടത്? അതോ യഹോവയോടുകൂടെ അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ നടന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ചരിത്രം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് സ്വർഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. और हम लोग के बारे में दुनिया क्या बोलेंगे वही हम लोग सोचने वाला बात है कि इस दुनिया में हम लोग चलते हुए हम लोग एक नाम कमाया है, हम लोग जो है कुछ किया है कि वही जो है इस दुनिया हमारे बारे में याद रखेगा, तो उसमें कोई फायदा नहीं होते हैं. लेकिन प्रभु हमारे बारे में क्या बोलेंगे, प्रभु हमारे बारे में क्या याद रखेगा, प्रभु का गवाही क्या है हमारे बारे में, वो गवाही को हम लोग प्राप्त करने के लिए इस दुनिया के समय में हम लोग प्रयास करना है. Praise the Lord. ഈ അനോക്കിനെ ഈ ലോകപ്രകാരം തന്റെ കസിൻ സമ്പാദിച്ചതായ പേരും മഹിമയും തന്റെ പട്ടണത്തിന്റെ പേരിലുള്ള പേരുമില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഇവരെല്ലാവരും സ്വർഗത്തിൽ അവർ ഒരു നഗരത്തിനായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. Even though they didn't have any city here, but they were all looking forward for the city which is going to be built specifically for them, whose architect is God. Hallelujah.
और ये जो हानुक 5वां अध्याय का हानुक जो है अपना चचेरा भाई जो दूसरा हानुक जो है एक शहर जो बनाया उसी के बारे में सोचकर नहीं रहा। उन्होंने जो है शहर बनाकर नाम कमाया उसी के बारे में सोचकर नहीं रहा, मगर उन्होंने जो है परमेश्वर जो है बनाया हुआ शहर के लिए, परमेश्वर जो है नींव डाला हुआ शहर के लिए, परमेश्वर की हाथ से बनाया हुआ शहर के लिए उन्होंने इंतजार करने वाला एक हानुक है 5वां अध्याय का हानुक। हालेलुया। ഓ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ഫേമസ് ആകുവാനാണോ ആഗ്രഹിക്കുന്നത്, അതോ നമ്മൾ സ്വർഗത്തിൽ ഫേമസ് ആകുവാനാണോ? അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആത്മീകമായ പ്രൊഫൈൽ, സ്പിരിച്വൽ പ്രൊഫൈൽ. तो हमारा जो है आत्मिक जीवन का पहचान इस प्रकार जो है कल लोग पढ़ना चाहिए कि वो जो इसके आधार पर है कि नहीं। हम जांच लीजिएगा कि दुनिया में नाम कमाकर जो है हमें इस दुनिया छोड़ने वाले का पहचान चाहिए, या प्रभु के लिए हम लोग कुछ करते हुए प्रभु के राज्य में जो है नाम कमाते हुए नाम कमाने वाला एक पहचान हमें चाहिए। ये जो है हम इस दुनिया में रहने के वक्त में जांचना और सोचने वाला बात है। പക്ഷെ ഒന്ന് നിങ്ങൾ ആ അനോക്കിന്റെ ജീവിതത്തിലോട്ട് നോക്കണം. അന്നത്തെ കാലത്ത് 900, 800, 700 സംവത്സരങ്ങളൊക്കെ ജീവിച്ചു വന്ന വ്യക്തികളാണ്. അവരുടെ കൂട്ടത്തിൽ ആയുസിന്റെ പകുതിയുമായപ്പോൾ ഹനോക്ക് എടുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഹനോക്ക് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? 350. തന്റെ പിതാവ് യാരദ് എത്ര വർഷം ജീവിച്ചു? 962. 962 years he lived. അനോക്കിന്റെ മകനായ മെതുശലേഖ് എത്ര വർഷം ജീവിച്ചു? മെതുശലേഖ് ആണ് ദ ലോങ്സ്റ്റ്, റൈറ്റ്? എത്ര വർഷം ജീവിച്ചു? 969 സംവത്സരം ജീവിച്ചു. അപ്പൊ ഇതിന്റെ മധ്യത്തിൽ 962 969 ഇതിനിടയിൽ നമ്മള് സാധാരണ പറയുന്നത് പോലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ 350 കിടക്കുകയാണ്. और यहाँ पे जो है हानुक के बारे में यहाँ पे देखेगा तो एक चीज पता चलेगा कि उस समय का लोग जो है 800, 700, 900 साल तक जो है जीवन जो है रहने के वक्त में हानुक का जिंदगी के बारे में यहाँ पे लिखा है 365 वर्ष तक जो है सिर्फ उन्होंने जिया है। आपको एक और चीज यहाँ पे देखना है कि हानुक का पिताजी जो है यारद जो है 962 साल तक जो है जिया है, और उनका बेटा मेदुशलेह भी जो है 965 साल तक जो है जिया है। इसके बीच में हम लोग जिन व्यक्ति के बारे में जो बोलते हैं जो स्पेलिंग मिस्टेक हो गया है या उनको कुछ गड़बड़ी है, इस प्रकार का एक व्यक्ति जो है हानुक बन गया, और हानुक का जिंदगी उन लोगों का जिंदगी का आधा ही बन गया था, और वो आधा साल तक जो है जिया, लेकिन प्रभु के साथ चलते हुए उन्होंने जिया। നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഞാനൊരു മാത്തമാറ്റിക്കൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ യാരദ് 100 വയസ്സ് വരെ ജീവിച്ചു, മെതുശലേഖ് 100 വയസ്സ് വരെ ജീവിച്ചു എന്നിരിക്കട്ടെ. ഹനോക്ക് 35 വയസ്സിൽ മരിക്കുകയല്ല, എടുക്കപ്പെട്ടു. 100 വയസ്സ് വരെ ജീവിച്ച പിതാവ് 100 വയസ്സ് വരെ ജീവിച്ച മകന്റെ ഇടയിൽ 35 വയസ്സ് അല്ലെങ്കിൽ 37, 36 വയസ്സ് മാത്രം ജീവിച്ച ഒരു വ്യക്തി ചരിത്രം സൃഷ്ടിച്ചു. आमीन। तो हम लोग जो है मैंने आप लोगों को समझने के लिए थोड़ा सा मैथ बताना चाहता हूं कि मान के चलिए हानुक का पिताजी का उम्र 100 साल होता, मान के चलिए हानुक का बेटा का उम्र 100 साल होता, तो इसके बीच में साढ़े जो है 36 साल तक ही जो है कि एक मैंने आपको समझाने के लिए जो बता रहा है, साढ़े 36 साल की उम्र में जो है हानुक जो है उठा लिया गया है, या हानुक को जो है नहीं देख पाया। तो उसका मतलब यह है कि उस समय के अंदर में उसका उम्र जो है इस दुनिया में कम था, लेकिन उस समय के अंदर में भी वे जो है परमेश्वर के साथ चलने के लिए प्रयास किया और प्रभु के साथ चलते हुए एक गवाही को जो है प्राप्त किया। ഒരു ചിന്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ രണ്ടാമത്തെ ആശയത്തിലേക്ക് കടക്കുവാനാണ്. ഈ അനോക്കിന്റെ ഈ അസ്വസ്ഥത ആരംഭിച്ചത് പ്രായമായിട്ടല്ല. 36.5 വയസ്സിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ടെങ്കിൽ, ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചെങ്കിൽ, തന്റെ അസ്വസ്ഥത തനിക്ക് സംഭവിച്ചത് തന്റെ യൗവന കാലഘട്ടത്തിലാണ്. തന്റെ യൗവനകാല 65-ാമത്തെ വയസ്സിൽ. അപ്പോൾ അതൊന്ന് ഈക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീനേജിനോടുള്ള ബന്ധത്തിൽ തന്നെ
തന്റെ ജീവിതത്തിൽ അസ്വസ്ഥത ആരംഭിക്കുവാനിടയായിത്തീരുന്നു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതായ ഒരു ചിന്തയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചെറുപ്പക്കാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പ്രായമില്ലാത്തവനാണ്, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, now this is the right time for you to have that kind of restlessness. Amen. और हानुक का जिंदगी में जो है माने रेस्टलेसनेस या असंतुष्टि, आत्मिक असंतुष्टि का शुरुआत जो है उसका जो है किशोरी का समय में जो है शुरू हो गया. मान के चलिए हानुक का उम्र जो है 100 साल होता तो उसका किशोरी का समय से ही हानुक जो है प्रभु के लिए चाहने वाला, प्रभु के लिए भूखे रहने वाला एक व्यक्ति बना. मान के उसका पूरा उम्र के आधार पर उन्होंने 65वां साल से प्रभु का खोजी जो है बनने लगा. मुझे सुनने वाला भाई और बहनों, आपका जो है कोई भी व्यक्ति जो है, कोई जवान जो है मुझे सुन रहा है, आप सोचेंगे कि मुझे प्रभु के बारे में चाहने वाला, मुझे प्रभु के बारे में भूखे रहने का समय अभी नहीं आया है. लेकिन मैंने आपको बताना चाहता है अभी का जो वक्त है, अभी आप जो जवानी में है, अभी आप जो है जो किशोरी में है, यही वक्त है आप प्रभु के लिए जो है भूखे और प्यासे रहने का समय. हालेलुया. Oh, praise the Lord. Hallelujah. നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ജീവിക്കുന്ന കാലം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ. നമുക്കറിയാം എത്രയോ മിഷണറിമാർ, ജിം എലിയറ്റ് 29 അല്ലെ, ഡേവിഡ് ബ്രൈനാർഡ് അറൌണ്ട് 30s, റൈറ്റ് 30, എത്രയോ പേർ അവരുടെ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. The question is not how long, the question is how you lived in this world. और इस दुनिया का जो है काफी मिशनरी लोग जो है, जैसे जिम एलियट हो या जॉन ब्रेनार्ड हो, वे लोग जो है करीब 30 या 25 या 35 साल के अंदर में वे लोग इस दुनिया को छोड़कर जो है चला गया. वे लोग जो है कितना लंबा तक इस दुनिया में जिया वो बात नहीं है, लेकिन जीने के वक्त में वे लोग परमेश्वर के राज्य के लिए क्या गवाही जो है प्राप्त किया, वो जो है सबसे बड़ा बात है. तो इसलिए हमारे सामने भी इस प्रकार के लोग अभी भी है कि जो लोग परमेश्वर के राज्य के लिए गवाही प्राप्त करते हुए इस दुनिया को छोड़ा हुआ लोग. Praise the Lord. Now let me move on. രണ്ടാമത്തെ ചിന്ത, ഒന്നാമതായിട്ട് he challenged the status quo. Number 2, he integrated godliness in practical life. എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തെ സാധാരണ ജീവിതവുമായി സംയോജിപ്പിക്കുവാൻ ഹനോക്കിന് സാധിച്ചു. It was not separate entity. He proved that I can live in this world a life which is walking with God. और हानुक का जो है दूसरा एक विशेषता जो है मैंने बताना चाहते हैं कि उस दुनिया का जो है जीवन में उन्होंने परमेश्वर के आत्मिक जीवन से जो है मिलाकर जो है एक जीवन जीने के लिए प्रयास किया. उसका कहने का मतलब है कि इस दुनिया में उन्होंने जी रहा है, लेकिन उस वक्त में भी एक आत्मिक जीवित जो है, आत्मिक जीवी बनकर, एक आत्मिक तौर से सोचने वाला, आत्मिक तौर से चलने वाला और एक आत्मिक तौर से जो है एक जीवन बिताने वाला एक व्यक्ति जो है हानुक जो है बना. അതിനുള്ള തെളിവ് എന്താണ്? റൈറ്റ്, ഈ 22ാമത്തെ വാക്യം വായിച്ച്, after he became the father of Methuselah, Enoch walked faithfully with God 300 years and had other sons and daughters. തനിക്കും മറ്റുള്ളവരെ പോലെ ജനറേഷൻ ഉണ്ടാകുവാനിടയായിത്തീർന്നു. ഞാൻ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, മറ്റവർ കോളേജിൽ പോയതുപോലെ ഹനോക്കും കോളേജിൽ പോയി, മറ്റവർ സ്കൂളിൽ പോയതുപോലെ അനോക്കും സ്കൂളിൽ പോയി, അനോക്കും മാർക്കറ്റ് പ്ലേസിൽ ഇറങ്ങി നടക്കുവാനിടയായിത്തീർന്നു. അല്ലാതെ ദൈവത്തോടു കൂടെ നടക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ ഒരു മുറിയിൽ അടച്ച് ഇരിക്കുകയല്ലായിരുന്നു. ഇന്റഗ്രേറ്റഡ് ഗോഡ്ലിനെസ് വിത്ത് ഡേ ടു ഡേ ലൈഫ്. और हानुक का जो है जिंदगी का दूसरा एक भाग के बारे में यहाँ पे जो है मैंने ये बताना चाहते हैं कि हानुक जो है अपना जिंदगी को एकीकृत किया. माने इस दुनिया का जिंदगी और आत्मिक जिंदगी को एकीकृत करके जो है उन्होंने चलने लगा. जैसे यहाँ पे 22वां पद में लिखा है, मथुशेलह के जन्म के पश्चात हानुक का 300 वर्ष तक परमेश्वर के साथ साथ चलता रहा और उसका और भी बेटा बेटियां उत्पन्न हुई. कहने का मतलब यही है कि बाकी व्यक्ति जो है कॉलेज गया है, तो बाकी व्यक्ति अगर स्कूल गया है, तो बाकी व्यक्ति अगर इस दुनिया का कुछ नौकरा जीवन शैली में हानुक भी जो है चलते रहा, लेकिन हानुक अपना आत्मिक जीवन को और दुनिया का जीवन को एकीकृत करके आत्मिक जीवन को प्राथमिकता देते हुए इस दुनिया में जिया. Praise the Lord. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, he was a good father, he was a good brother, he was a good pastor, he was a good youth leader, he was a good student.
ഓ പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലും ആത്മീകത തെളിയിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നടന്നതായ ഒരു ചെറുപ്പക്കാരൻ. और यहाँ पे जो है दूसरा एक भाषा में बोलेगा तो हमें ये समझना चाहिए कि हानोक जो है इस दुनिया में रहने के वक्त में एक अच्छा जो है पिता बनते हुए, एक अच्छा जो है पति बनते हुए, एक अच्छा जो है एक एक विद्यार्थी या छात्र बनते हुए, एक अच्छा जो है एक पादरी साहब या पास्टर या एक यूथ जो है जवान लोगों को जो है सलाह देने वाला एक अच्छा व्यक्ति बनते हुए उन्होंने इस दुनिया में जिया। दुनिया का सारा जो है अवस्था को जो है अवस्था में गुजरते हुए भी उन्होंने अपने आत्मिक जीवन को आगे रख के जो है इस दुनिया में जिया। Praise the Lord. Hallelujah. അവൻ പെട്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. മെഥൂശലേഖിന്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് നമുക്കറിയാം മെഥൂശലേഖിന്റെ കൊച്ചുമോൻ അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ ആണ് നോവ. നോഹ ദൈവത്തോടു കൂടെ നടക്കുവാനിടയായി. നമ്മളത് നോഹയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാനിടയായി തീരും. What I was trying to prove here is that he passed this legacy to Methuselah. ഒരു നല്ല പിതാവായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല കുടുംബസ്ഥനായി നിൽക്കുമ്പോൾ തന്നെ അവന് യഹോവയോടുകൂടെ നടക്കുവാനിടയായി തീരും. और जो है हम लोग जो है आगे में हम लोग उसके बारे में देखेंगे कि यही जो है आपको समझना चाहिए कि जो है जो हानूक जो है अपना जीवन प्रभु के साथ चलने के कारण वो अपना जीवन का जो है वो शैली वो आत्मिकता अपना बेटे को जो है उन्होंने जो है दे दिया। और वहां से हम लोग और देखते हैं कि मथुशेलह का बेटा का बारे में जो लिखा है उनका नाम जो है नूह है, जिसके बारे में हम लोग आने वाला दिन में सोचेंगे। नूह के बारे में भी हम लोग पढ़ते हैं। नूह प्रभु के साथ जो है चलने लगा या प्रभु का अनुग्रह जो है नूह के ऊपर में मिला। भाइयों बहनों हम समझना चाहिए कि ये जो है अपना जो है जीवन में इस दुनिया में जीवन बिताने के वक्त में भी प्रभु के साथ चलते हुए इस दुनिया का जो है जीवन बिताया और नया पीढ़ी के लिए एक प्रभावित जीवन, आत्मिक तौर से एक प्रभावित जीवन इस जो है हानूक ने जो है बिताया। Praise the Lord. തന്റെ മകനായ മെഥൂശലേഹോ തന്റെ കൊച്ചുമോനായ ലാമേക്കോ ദൈവത്തോടുകൂടെ നടന്നതായി രേഖപ്പെടുത്തിയില്ലെങ്കിലും തന്റെ കൊച്ചുമോനാകുന്ന നോവ ദൈവത്തോടുകൂടെ നടക്കുവാനിടയായി തീർന്നു. ആ മാത്ത് നമ്മളൊന്ന് പഠിക്കുമ്പോൾ, I don't want to complicate here, there was some time Noah got with great grandfather മെഥൂശലേഹുമായിട്ട് കുറച്ച് സമയം നോഹയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആ വംശാവലിയിൽ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഹാനൂക്കുമായിട്ട് അല്ല, മെഥൂശലേഹുമായിട്ട്. നോഹയ്ക്ക് മെഥൂശലേഹുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം ലഭിച്ചു. കാരണം ജലപ്രളയം വന്ന വർഷത്തിലാണ് മെഥൂശലേഹ് മരിക്കുന്നത്. तो हम लोग जो है समझना चाहिए नूह जो है जो हानूक का जो है पोता है, तो ये हानूक का पोता जो नूह को उन्होंने छोटा बच्चा होने के वक्त में भी, या मथुशेलह का पोता भी जो है उसको कहा सकता है कि क्योंकि मथुशेलह और लामेक जो है प्रभु के साथ जो है चला हुआ करके नहीं लिखते हैं, लेकिन नूह के बारे में लिखा है कि उन्होंने जो है प्रभु के साथ चला हुआ एक व्यक्ति है। तो कहने का मतलब यह है कि नूह जो है अपना बचपना में कुछ समय जो है हो सकता है मिला होगा अपना दादाजी जो मथुशेलह के साथ जो है बिताने के लिए, और कुछ समय जो है कुछ वक्त जो है उन्होंने अपना दादाजी जो है मथुशेलह के साथ जो है बिताया होगा। Praise the Lord. I want you to do that homework, okay? Hanok, Methuselah, Lamech, Noah. അവരുടെ ഏജ് നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ജലപ്രളയത്തിന് 5 വർഷം മുമ്പ് ലാമെക്ക് മരിക്കുന്നു. ജലപ്രളയം സംഭവിക്കുന്ന വർഷം മെഥൂശലേഹ് മരിക്കുന്നു. അപ്പോൾ നോഹയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ തന്റെ പിതാവിനും തന്റെ ഗ്രാൻഡ് പാരന്റിനും സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടിയ ലെഗസി അവരുടെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന ഹനോക്കിൽ നിന്ന് ലഭിച്ചതാണ്. और जो है मैंने एक होमवर्क आपको देना चाहते हैं, आप लोग पढ़िएगा, इन लोगों का उम्र के बारे में आप पढ़िएगा तो पता चलेगा कि जो है मथुशेलह को मरने के समय में जो है बहुत बाढ़ होने लगा या जल प्रलय या बाढ़ आने लगा। और बाढ़ आने से 5 साल पहले जो नूह का पिताजी लामक का जो है मृत्यु हो गया है। और जो है मैं ये कहना चाहता हूं कि नूह को जो जीवन या आत्मिक जिंदगी उसको जो है हो सकता है अपने पिताजी लामक से मिला है, पिताजी लामक को मथुशेलह से मिला होगा और मथुशेलह को अपना पिताजी जो है हानूक से मिला है। इसलिए नूह जो है अभी प्राप्त किया हुआ आत्मिक जीवन उनका जो है परदादा हानूक से मिला हुआ एक आत्मिक जीवन अभी नूह के पास है।
Oh, praise the Lord. Hallelujah. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ ജനറേഷനിൽ ദൈവത്തോടുകൂടെ നടക്കാൻ തീരുമാനിച്ചാൽ, ഒരുപക്ഷെ അടുത്ത ജനറേഷനിൽ അത് വ്യക്തമായി കാണാൻ സാധിച്ചില്ലെങ്കിലും, അതിന്റെ പിറ്റത്തെ ജനറേഷനിൽ വ്യക്തമായി കാണാൻ സാധിച്ചില്ലെങ്കിലും, ദൈവം അതിന്റെ നീതി വെളിപ്പെടുത്തുന്ന ഒരു ജനറേഷൻ വരുന്നുണ്ട്. നിനക്ക് പിന്നാലെ ഒരു നോഹ വരുന്നുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നീ മനസ്സിലാക്കുവാൻ ഇടയായി. और हम लोग जो है यही समझना चाहिए, अगर आप जो है प्रभु के साथ जो है ईमानदारी के जीवन बिताएंगे तो हो सकता है अगला पीढ़ी में आपको दिखाई नहीं पड़ेगा, उसके आने वाला पीढ़ी में भी आपको कुछ दिखाई नहीं पड़ेगा, लेकिन जो है तीसरा पीढ़ी में एक नूह को प्रभु खड़ा करेंगे। ये प्रभु का धार्मिकता है, ये बातों को हम लोग समझना चाहिए। हालेलुया। അതുകൊണ്ട് മെഥൂശലഹും ലാമെക്കും ദൈവികത പ്രകാരം ജീവിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അനോക്ക് നടന്നതുപോലെ നടന്നു എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അനോക്ക് നടന്നതുപോലെ നടന്നു എന്ന് വരുന്ന ഒരു ജനറേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നടന്നതൊന്നും വ്യർത്ഥമല്ല. പ്രൈസ് ദി ലോർഡ്. യു ആർ ബിൽഡിംഗ് ജനറേഷൻ, യു ആർ പാസിംഗ് ഓൺ ലെഗസി, ഹല്ലേലൂയ, ഫോർ ദ കമ്മിങ് ജനറേഷൻ. और जो है मैंने ये नहीं कहना चाहता हूं कि जो है मधुसलेह और लामक जो है जैसे जो है हानुक जो है चला है उस प्रकार जो है चला है करके हम नहीं बताना चाहता हूं, लेकिन जो है नूह को प्राप्त किया हुआ आत्मिक जीवन का कारण जो है वो जो है विरासत जो है उसको मिला है कि हानुक का जिंदगी से मधुशेलह को मिला, मधुशेलह जो है मधुशेलह की जिंदगी से लामेक प्राप्त किया और लामेक का जिंदगी से वो नूह को मिला है। तो हानुक का जो है विरासत जो है उन्होंने नूह तक जो है पहुंच गया। Amen. Oh, praise the Lord. Hallelujah. Hallelujah. He integrated godliness in a day-to-day life. എന്ന് പറഞ്ഞാൽ ആത്മീകത എന്ന് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആത്മീകമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും? ഹനോക്ക് നമുക്ക് പ്രൂവ് ചെയ്യുകയാണ്, ഓഫീസിൽ പോകുമ്പോഴും നിനക്ക് ദൈവത്തോടു കൂടെ നടക്കാം. ഓ പ്രൈസ് ദി ലോർഡ്. നീ പ്രൈവറ്റ് റൂമിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ദൈവത്തോടു കൂടെ നടക്കാം. പ്രൈസ് ദി ലോർഡ്. നീ സ്കൂളിൽ പഠിക്കുമ്പോഴും ദൈവത്തോടു കൂടെ നടക്കാം. നീ ഒരു പിതാവായി ഭർത്താവായി ഒക്കെ നിൽക്കുമ്പോഴും ആ റോളെല്ലാം പ്ലേ ചെയ്യുമ്പോഴും നിനക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്ത ഒരു വ്യക്തിയാണ് ഹനോക്ക്. और आज का समय में जो है बहुत लोग पूछते हैं कि कैसे मुझे आत्मिक जीवन जीना है। अभी का जमाने में आत्मिक जीवन इस प्रकार बाइबल जो कहने वाला आत्मिक जीवन जीना बहुत मुश्किल है, लेकिन आप हानुक का जिंदगी को देखिए। हानुक जो है एक पति होने के समय में भी एक अच्छा पति होकर जो है प्रभु के साथ चला। उन्होंने जो है अपना बाल बच्चे को जो है परवरिश करने के वक्त में भी उन्होंने बाल बच्चे के लिए एक अच्छा पिता बनकर जो है प्रभु के साथ चला। उन्होंने जो है पढ़ाई करने के वक्त में भी वो पढ़ाई करते हुए प्रभु के साथ चला है। तो उन्होंने इस दुनिया का जो है कोई भी जो है श्रेणी में या कोई भी जो है जगह में उन्होंने अपना जीवन जो बिताया, उसके बीच में भी प्रभु के साथ चलते हुए उन्होंने अपना जीवन को जो है बिताया। हालेलुया, हालेलुया। ഞാൻ എൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ചിന്തയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. He challenged the status quo. He integrated godliness in practical life. Finally, he partnered with God. ദൈവവുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് താൻ സ്ഥാപിക്കുവാനായിട്ട് ഈ യാത്രയിൽ. और मेरा तीसरा सोच में मैं आना चाहता हूं, सबसे पहले उन्होंने जो है इस दुनिया का जो है जीवन शैली को चुनौती देकर या जो है उसके विरुद्ध चलने के लिए जो है प्रयास किया। दूसरा बात, उन्होंने अपना जीवन को और आत्मिक जीवन को एकीकृत करते हुए एक आत्मिक जीवन बिताने के लिए जो है उन्होंने सोचने लगा। Can you repeat the third one? And the third one, he partnered with God. ദൈവവുമായിട്ട് താൻ ഒരു പാർട്ട്ണർഷിപ്പിൽ നടക്കുവാനിടയാക്കി. നമുക്ക് ഒരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. या तीसरा जो है मुद्दा यही है कि उन्होंने परमेश्वर के साथ जो है एक साथी एक जीवन जीने के लिए जो है उन्होंने प्रयास किया। एक और पद से हम लोग जो है उसके बारे में हम लोग सीखेंगे। യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. The Epistle of Judah 14 and 15. और हम लोग जो है यूदा का पत्री उसका 14 और 15 पद को हम लोग देखेंगे। यूदा का ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ യൂദയുടെ ലേഖനത്തിൽ, 14-15 വാക്യങ്ങൾ. यूदा का जो है पत्री में एक ही अध्याय होते हैं और उसका 14 और 15 पद को मैंने पढ़ेंगे। हानुक ने भी जो आदम से 7वीं पीढ़ी में था, इसके विषय में ये भविष्यवाणी की, देखो प्रभु अपने लाखों पवित्रों के साथ आया
कि सबका न्याय करे और सब भक्तिहीनों को उनके अभक्ति के सब कामों का विषय में जो उन्होंने भक्तिहीन होकर किए हैं और उस सब कठोर बातों के विषय में जो भक्तिहीन पापियों ने उसके विरोध में जो है कही है, दोषी ठहराए। Praise the Lord. Hallelujah. വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുവാനിരിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് അൺഗോഡ്ലി 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 എന്നുള്ള വാക്കുകൾ അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം പറഞ്ഞു ഇതുപോലെ ഗോഡ്ലി ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ വരുവാനിരിക്കുന്ന തലമുറയെ കുറിച്ച് ഒരു ഭാരം ദൈവം ഇവിടെ പങ്കുവെക്കുകയാണ്. ഹി പാർട്ട്നർഡ്. ദൈവത്തിന്റെ മനസ്സിന്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞതായ ഒരു വ്യക്തിയായി ഹനോക്ക് മാറുവാനിടയായി. और हानोक का जो है जीवन के बारे में हम पे कहने के वक्त में एक शब्द जो है यहाँ पे बार बार आ रहा है, भक्तिहीन पीढ़ी, भक्तिहीन पीढ़ी। तो भक्तिहीन पीढ़ी में रहने के वक्त में भी जो भक्तिहीन पीढ़ी के बारे में बोझ जो है उठाने वाला एक व्यक्ति था जो है हानोक। और कहने का मतलब यह है कि प्रभु का दिल का बोझ को समझने वाला एक व्यक्ति था जो है हानोक, और प्रभु का दिल का बोझ को समझते हुए वो बोझ अपना बोझ जो है करके समझने वाला, उसके लिए जो है दुआ करने वाला एक व्यक्ति बना। ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ഷോൾഡേഴ്സ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, സോ ദാറ്റ് ഐ ക്യാൻ എക്സ്ചേഞ്ച് മൈ ബർഡൻ വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാരങ്ങൾ ദൈവം നോക്കിക്കോളും. എന്നാൽ ദൈവത്തിന് ഈ ലോകത്തിൽ ചില പാർട്ട്നേഴ്സിന് ആവശ്യമുണ്ട്. ബട്ട് when God look at our shoulder is full of our burden. आमेन. तो परमेश्वर जो है इन दिनों में एक साझेदारी को जो है देखते रहते हैं कि परमेश्वर बोला है कि अपना बोझ जो है मेरे ऊपर में ढाल दो, क्योंकि परमेश्वर हमारे साथ एक साझेदारी बनने के लिए जो है चाहते हैं। लेकिन हम लोग क्या करते हैं, हम लोग का पूरा बोझ जो है हम लोग को ऊपर में उठाकर हम चलने के कारण परमेश्वर को हमारा पार्टनर या हमारा साझेदारी नहीं बना पा रहा है। प्रभु कह रहा है मैंने साझेदारी को खोज रहा हूं कि जो व्यक्ति अपना बोझ मेरे ऊपर में डालकर मेरे साथ जो है चलने वाला व्यक्ति को मैंने आजकल खोज रहा हूं। ഹനോക്കിന്റെ തോൾ ദൈവത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഹനോക്ക് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, my shoulder is always free so that you can pass on your burden to me. और हानोक जो है अपना कंधा प्रभु के लिए खोल दिया था कि परमेश्वर से जो है हानोक कहा कि प्रभु आपका जो है हृदय का बोझ जो है, हृदय का जो है वजन जो है, हृदय का चिंता जो है मेरे कंधे में भी ढाल दीजिए, क्योंकि मैं भी जो है आपका बोझ को उठाकर जो है चलेंगे। यही हानोक जो है हमें बताते। പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയപ്പോൾ എനിക്ക് വളരെയധികം ചിന്തിപ്പിച്ചത്, അവിടെ എഴുതുമ്പോൾ ഹനോക്ക് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ആദാമിൽ നിന്നുള്ള ഏഴാമനായിട്ട് അവിടെ എഴുതണം. കാരണം അതർവൈസ് പീപ്പിൾ വിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മറ്റേ അനോക്കാണെന്ന് വിചാരിച്ചു പോകും. മറ്റേ അനോക്ക് പാർട്ട്ണർ ആകാൻ കൊള്ളുന്നവനല്ല, അവൻ പട്ടണം പണിത് നടക്കുന്നവനാണ്. പക്ഷേ എന്റെ ഹൃദയം ഞാൻ തുറന്നത് ഏഴാമനായ അനോക്കിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെരി സ്പെസിഫിക്കലി ഇറ്റ് ഈസ് റിട്ടൻ, ഹെവൻ റെക്കഗ്നൈസ് ദ നെയിം. और जो है हम बहुत यहाँ पे जो है लिखा हुआ बातों को देखना है 14 पद में, हानोक ने भी आदम से 7वां पीढ़ी में जो हानोक उस प्रकार जो है लिखा हुआ है, क्योंकि परमेश्वर का स्वर्ग में जो है वो हानोक के बारे में जो है स्पष्ट में जो है लिखने के लिए आदेश दिया, क्योंकि दूसरा एक हानोक के बारे में 4 अध्याय में लिखा है। अगर केवल जो है हानोक का नाम यहाँ पे बताएगा, कौन सा हानोक है हमें पता नहीं चलेगा। इसलिए जो है परमेश्वर का वचन जो बहुत स्पष्ट में लिखा है कि आदम का 7वां पीढ़ी वाला जो है हानोक, जो हानोक जो है परमेश्वर का बोझ को उठाने वाला एक हानोक था। നാലാം തലമുറക്കാരനായ ഹനോക്കല്ല, ഏഴാം തലമുറക്കാരനായ ഹനോക്കാണ് എന്റെ പാർട്ട്ണർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. और चौथा जो है पीढ़ी का हानोक नहीं, मगर 7वां पीढ़ी का हानोक जो है परमेश्वर का जो है साझेदारी बनने के लिए तैयार हो गया। നാലാം തലമുറക്കാരനായ ഹാനോക്ക് ലോകത്തിന്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പോയപ്പോൾ ഏഴാം തലമുറക്കാരനായ ഹനോക്ക് ദൈവത്തിന്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെക്കുവാനിടയായി. और चौथा जो है पीढ़ी का जो है हानोक जो है इस दुनिया के साथ साझेदारी जब करने लगा, और 7वां पीढ़ी का हानोक जो है प्रभु के साथ पार्टनरशिप या साझेदारी करने के लिए अपना जिंदगी को जो है बिताया। हालेलुया। Whose partner you want to become today? आप किसका जो है साझेदारी बनने के लिए आप चाहते हैं? ഈ ലോകത്തിൽ ഒരു ബിസിനസ് പാർട്ട്ണറായി നമ്മൾ ജീവിക്കുവാൻ ഒന്നും ചെയ്യേണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരു പേരുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്
ദൈവത്തിന്റെ പാർട്ട്ണറായ ഒരു പേരുണ്ടാക്കുന്നത് ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. आप किसका साथी जो है बनना चाहते हैं? दुनिया में आप किसी के साथी या साझेदारी होने के लिए होना नहीं है करके मैंने नहीं बता रहा हूं, लेकिन दुनिया का जो है किसी व्यक्ति के साथी आप होकर दुनिया में नाम कमाने से अच्छा है कि प्रभु का साथी बनकर आप स्वर्ग राज्य में नाम कमाइए और प्रभु के साथ जैसे हानुक चला वैसे चलने के लिए आप निर्णय लीजिए. हालेलुया. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ടല്ലോ, ഉപമയോ അല്ലെങ്കിൽ നടന്ന സംഭവം, വാട്ട് എവർ ഇറ്റ് മേ ബി, ധനവാനും ലാസറും. ധനവാന്റെ പേര് സ്വർഗത്തിൽ ഒന്നും അറിയപ്പെടുന്നില്ല, പക്ഷെ പാവം ലാസറിന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ധനവാന്റെ പേരൊന്നും പറയണ്ട, ലാസറിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. और जो है आप बाइबल को पढ़िएगा तो पता चलेगा धनवान और लासर के बारे में जो है लिखा है कि धनवान का नाम क्या है स्वर्ग में नहीं मालूम है, क्योंकि इसलिए उसको धनवान कहते हैं, उसका नाम जो है नहीं लिखा हुआ, लेकिन लाजर का नाम जो है स्वर्ग में मालूम है. इसलिए जब बाइबल लिखने के वक्त में परमेश्वर का आत्मा जो है प्रेरणा दिया कि उसको सिर्फ धनवान ही बोलिए, उसका कुछ नाम नहीं है, लेकिन लाजर का नाम लिखिए, उसका नाम लाजर है क्योंकि उसको मैं पहचानता है. हालेलुया. താൻ സമ്പാദിച്ച ധനം ഈ ലോകത്തിന്റെ ഐഡന്റിറ്റിയാണ്, എന്നാൽ ലാസറിന്റെ ഐഡന്റിറ്റി സ്വർഗത്തിലെത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൂസ് പാർട്ട്ണർ യു വാണ്ട് ടു ബിക്കം? और जो है इस दुनिया में कमाया हुआ धन जो है वो इस दुनिया में खत्म होने वाला है, लेकिन लाजर जो है प्राप्त किया हुआ जो गवाही जो है स्वर्ग तक जो है पहुंचने वाला है. इसलिए सवाल ये आते हैं कि आप किसका साथी इस दुनिया में रहने के वक्त में किसका साथी आप बनने के लिए चाहता. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ കഥ അല്ലെങ്കിൽ ആ ഉപമ എഴുതുകയാണെങ്കിൽ എനിക്ക് ഒരു വാക്കുകൂടെ ആഡ് ചെയ്യണം താല്പര്യമുണ്ട്. ലോകത്തിലെ ധനവാനും സ്വർഗത്തിലെ ധനവാനും. अगर मैंने जो है उस कहानी को लिखेंगे, मुझे एक और शब्द उसके साथ जोड़ने के लिए मैंने चाहता हूं. एक जो है दुनिया का धनवान और दूसरा स्वर्ग का धनवान. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരുണ്ടായിരുന്നു, ലോകത്തിലെ ധനവാനും സ്വർഗത്തിലെ ധനവാനും. और मैंने जो है इस प्रकार लिखने के लिए चाहता हूं कि दो व्यक्ति थे, एक जो है दुनिया का धनवान थे, दूसरा स्वर्ग का धनवान थे. हालेलुया. രണ്ടനോക്ക്, ലോകത്തിലെ ധനവാൻ, ഏഴാം തലമുറക്കാരൻ സ്വർഗത്തിലെ ധനവാൻ. और दो हानुक थे कि एक जो है दुनिया का हानुक, दूसरा जो है सातवां पीढ़ी का जो स्वर्ग वाला जो है हानुक, स्वर्ग में नाम कमाया हुआ हानुक. Which one you want to be? आप कौन सा व्यक्ति आप बनने के लिए चाहते. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി കാലം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഏഴാം തലമുറക്കാരനായ എന്റെ ജനറേഷന്റെ പേരെടുത്ത് പറയത്തക്ക രീതിയിൽ കർത്താവേ ഒരു അസ്വസ്ഥനായി മാറി ഗോഡ്ലിനെസിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കർത്താവുമായ ഒരു പാർട്ട്ണർഷിപ്പ് ജേണിക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ പേര് വലുതാകുവാനായിട്ടിടയായി. आमीन. आज जो है हम लोग परमेश्वर के करीब में हमारा जीवन को समर्पण करेंगे और प्रभु से कहेंगे कि प्रभु मैं आपका साथी बनना चाहता हूं, आपके साथी के साझेदारी में मैं मेरा कंधे को मैं देना चाहता हूं. तब जो है हमारा नाम जो है स्वर्ग में जो है लिखा जाएगा कि दुनिया के साथ हम साथी बनने के लिए प्रभु नहीं चाहते. हालेलुया. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വചനങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കാലം നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഐ വാണ്ട് ടു ബിക്കം ഫേമസ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ, ദൈവത്തോട് കൂടെ നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. आमीन. मेरा जो है शब्द मैंने यहाँ पे समाप्त कर रहा हूँ, और उससे पहले जो है हमें ये सोचना चाहिए, ये समर्पण में आना चाहिए. प्रभु से हमें कहे कि प्रभु इस दुनिया का नाम नहीं, मगर मेरा नाम जो है स्वर्ग में जो है महिमामय होने पाए, मेरे नाम जो है स्वर्ग में पहचाने पाए. दुनिया हमें नहीं पहचाने, कोई दिक्कत नहीं, लेकिन मेरा नाम जो है स्वर्ग में पहचाने पाए, और उसके लिए एक समर्पण हानु का जैसा प्रभु के साथ चलने का एक समर्पण लेकर हम लोग को आज विदा होने पाए. इस वचन के साथ प्रभु हमें आशीष